പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഭരണമുന്നണിയെയും സർക്കാരിനെയും മാനേജ്മെന്റിനെയും അസ്വസ്ഥമാക്കി ലോ അക്കാദമി ഒരു രാഷ്ട്രീയ പ്രശ്നമായി കത്തി നിൽക്കുകയാണ്. VS-ഉം കോൺഗ്രസും BJP-യും ഈ പ്രശ്നം ഏറ്റെടുത്തതോടെ ഭൂമി പ്രശ്നം തേഞ്ഞു മാഞ്ഞു പോയേക്കില്ല എന്ന ധാരണ ശക്തി ആർജിച്ചിരിക്കുകയാണ്. ഒപ്പം വിദ്യാർത്ഥികളുമായി മാനേജ്മെന്റ് അല്പം മുമ്പ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സമരത്തിൽ ഉറച്ച് വിദ്യാർത്ഥികൾ നിൽക്കുന്നു. ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കുക എന്ന ഒറ്റ നിലപാടിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾ തുടരുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പ്രൈം ഡിബേറ്റ് പോവുകയാണ് അതിഥികളുമായി. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ലോ അക്കാദമി ചർച്ച പരാജയം, രാജിവെക്കില്ലെന്ന് ലക്ഷ്മി നായർ. രാജി ആവശ്യത്തിൽ ഉറച്ച വിദ്യാർത്ഥികൾ. പ്രശ്നം തീർക്കാൻ വീണ്ടും ചർച്ചയ്ക്ക് മാനേജ്മെന്റ്. CPM നിലപാട് തള്ളിപ്പറഞ്ഞു VS. ലോ അക്കാദമിക്കെതിരായ ആരോപണങ്ങൾ പൊതുപ്രശ്നം, നിയന്ത്രിക്കേണ്ടവർ കീഴടങ്ങരുത്. CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. റവന്യൂ മന്ത്രിയെയും വെട്ടിലാക്കി VS-ന്റെ കത്ത്. അനധികൃത ഭൂമി സർക്കാർ ഏറ്റെടുക്കണം. സമരപ്പന്തൽ പൊളിക്കാൻ അനുമതി തേടി ലക്ഷ്മി നായർ ഹൈക്കോടതിയിൽ. ATM നിയന്ത്രണത്തിന് ഭാഗിക ഇളവ്. ഒരു ദിവസം 10,000 രൂപ എന്ന പരിധി പിൻവലിക്കും. ആഴ്ചയിൽ 24,000 രൂപ തുടരും. ബാങ്കുകൾക്ക് ധനസ്ഥിതി ഉപയോഗിച്ച് പിൻവലിക്കൽ പരിധി നിശ്ചയിക്കാമെന്നും റിസർവ് ബാങ്ക്. തീരുമാനം മറ്റന്നാൾ പ്രാബല്യത്തിൽ. സഖ്യത്തെ വിമർശിച്ച മുലായത്തിന് അഖിലേഷിന്റെ മറുപടി. SP കോൺഗ്രസ് സഖ്യം വിജയിച്ചാൽ മുലായത്തിന്റെ മഹത്വം വർദ്ധിക്കും. നോട്ട് അസാധുവാക്കൽ UP-യുടെ നട്ടെല്ല് തകർത്തുവെന്നും അഖിലേഷ് യാദവ്. ലോക്സഭാ വിജയം ആവർത്തിക്കാൻ തന്ത്രങ്ങളുമായി BJP. ജല്ലിക്കെട്ട് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. അനുമതി. തമിഴ്നാട് മന്ത്രിസഭ പാസാക്കിയ ബില്ലിന്. BCCIയെ ഉടച്ചുവാർത്ത സുപ്രീം കോടതി. വിനോദ് റായ് പുതിയ അധ്യക്ഷൻ. രാമചന്ദ്ര ഗുഹ, ഡയാന എഡുർജി, വിക്രം ലിമായെ എന്നിവർ അംഗങ്ങൾ. അമിത് ചൗധരിയും വിക്രം ലിമായെയും ICC യോഗത്തിൽ ഇന്ത്യ പ്രതിനിധീകരിക്കും. കോളേജോ അതോ ലക്ഷ്മി നായരോ, ഏതു വേണം? തലപുകച്ചു മാനേജ്മെന്റ്. വിടാതെ പിന്നാലെ ഭൂമി ആക്ഷേപം. ലോ അക്കാദമി ചർച്ച പരാജയപ്പെട്ടു. രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ. പ്രിൻസിപ്പലിന്റെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്മാറാതെ വിദ്യാർത്ഥികളും. പ്രശ്നം തീർക്കാൻ വീണ്ടും വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വിളിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ പ്രബോധ് ചേരുകയാണ്. പ്രബോധ്, അത്ഭുതങ്ങളൊന്നുമില്ല, രാജിവെക്കില്ല എന്ന് ആവർത്തിച്ചാണ് ലക്ഷ്മി നായർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. AKG സെൻട്രൽ വിളിച്ച് CPM നിർദ്ദേശിച്ചിട്ട് പോലും മാനേജ്മെന്റ് വഴങ്ങിയിട്ടില്ല. കേരള സർവകലാശാലയും ഭയപ്പാടോടെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് വളരെ കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അവരും തയ്യാറായിട്ടില്ല. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ ലക്ഷ്മി നായരും മാനേജ്മെന്റും തയ്യാറെടുക്കുന്നു. നാളെ ഹൈക്കോടതിയിൽ വീണ്ടും പുതിയ ഹർജി വരാൻ പോകുന്നു. വിദ്യാർത്ഥികളെ കണ്ടപ്പോഴും ഇതേ നിലപാടിൽ തന്നെയായിരുന്നോ? ഒരയവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണോ? ശരത്ത്, 8 മണിക്ക് ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ ആദ്യം സംഭവിച്ചത് ലോ അക്കാദമിയുടെ ഡയറക്ടർ കൂടിയായ നാരായണൻ നായർ ഗവർണിംഗ് കൗൺസിലിന്റെ തീരുമാനം വായിച്ചു കേൾപ്പിച്ചു പ്രതിനിധികളെ. ഗവർണിംഗ് കൗൺസിലിന്റെ തീരുമാനം തൽക്കാലത്തേക്ക് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ മാറി നിൽക്കട്ടെ എന്നതാണ്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികൾ സ്വീകരിച്ചത്. കാരണം ഒരു പ്രതിനിധി ചൂണ്ടിക്കാട്ടിയത് ലക്ഷ്മി നായർ തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയും വൈസ് പ്രിൻസിപ്പലിന് ചുമതല കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇവർ തിരിച്ചു വരില്ലേ എന്ന ചോദ്യമായിരുന്നു ചർച്ചയിൽ ഒരു പ്രതിനിധി, വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ പ്രിൻസിപ്പലിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടല്ലാതെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തങ്ങളില്ലെന്ന വ്യക്തമായ സന്ദേശം തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളും ഒപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ലക്ഷ്മി നായർ ഇതുവരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ, അത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാതെ നോക്കാമെന്നൊരു ഉറപ്പുകൂടി ഇന്ന് ഗവർണിംഗ് കൗൺസിലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നാരായണൻ നായർ യോഗത്തെ അറിയിച്ചു. അതോടൊപ്പം തന്നെ വൈസ് പ്രിൻസിപ്പലിന് പകരം ചുമതല കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കില്ല. ലക്ഷ്മി നായർ എന്ന് പറയുന്ന വ്യക്തി പ്രിൻസിപ്പൽ സ്ഥാനത്ത് തുടരാൻ പാടില്ല. അവർ 5 വർഷത്തേക്കെങ്കിലും അത് അത്തരമൊരു നിർദ്ദേശം കൂടി ഇന്ന് യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. 5 വർഷത്തേക്ക് ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അത് എഴുതി നൽകുകയാണ്. 5 വർഷത്തേക്ക് ഇനി പ്രിൻസിപ്പൽ സ്ഥാനം പദവി ഏറ്റെടുക്കില്ലെന്ന് എഴുതി നൽകുകയാണെങ്കിൽ ഒത്തുതീർപ്പാക്കുന്ന കാര്യം ആലോചിക്കാമെന്നായിരുന്നു ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. എന്തായാലും ഈ നിലപാട് മാനേജ്മെന്റ് അംഗീകരിച്ചില്ല. തുടർന്ന് ഇത്തരം ലക്ഷ്മി നായരുടെ രാജിയിൽ കുറഞ്ഞ മറ്റു
മറ്റൊരു പോംവഴിയുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളും ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും ഒന്നിച്ച് ചർച്ച ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും പ്രത്യേക ദൂതൻ വഴി ഡയറക്ടർ നാരായണൻ നായർ ഇവരെ എല്ലാം വിളിച്ചു വരുത്തി വീണ്ടും കൂടിയാലോചനകൾ നടത്തുകയാണ്. എല്ലാ സംഘടനകളോടും തങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണെന്ന് എഴുതി നൽകാനാണ് ഇപ്പോൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു പ്രബോധ് ഏതായാലും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസത്തോളമെങ്കിലും ആയതിനു ശേഷമാണ് മാനേജ്മെന്റ് ഒരു വളരെ ഗൗരവമായ വളരെ വിശാലമായ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിരിക്കുന്നത്. അതിലേറ്റവും വിചിത്രമായി തോന്നിയത് പ്രബോധ് ആദ്യം പറഞ്ഞ ഗവേണിംഗ് കൗൺസിൽ എന്ന അവരുടെ സംഘടന വിചിത്രമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. തൽക്കാലം ലക്ഷ്മി നായർ മാറേണ്ടതില്ല. ഈ തൽക്കാലമാണല്ലോ പ്രശ്നം, ഈ പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനവും മാനേജ്മെൻറ്റിനില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാത്രി തന്നെ രണ്ടാമതൊരു ചർച്ച കൂടി? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്ലോമസി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകടിപ്പിക്കുന്നുണ്ടോ അവർ? ശരത്, നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഇപ്പോൾ മാനേജ്മെന്റ് പ്രയോഗിക്കുന്ന തന്ത്രം വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വെവ്വേറെ അഭിപ്രായങ്ങൾ ആരായുക. ഇവർ ഒന്നിച്ചു നിന്ന് ഒരു നിലപാടെടുക്കുന്നതിന് പകരം വെവ്വേറെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം അതിൻ്റെ ഏതെങ്കിലും പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് SFI തങ്ങളുടെ നിലപാട് എഴുതി കൊടുത്തിരിക്കുന്നത് പ്രിൻസിപ്പൽ രാജിവെക്കാതെ, ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ്. മറ്റു വിദ്യാർത്ഥി സംഘടനകളും സമാനമായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത്ര പെട്ടെന്നൊന്നും തന്നെ സമരം അവസാനിക്കില്ല. എന്തായാലും എനിക്ക് ഇപ്പോൾ ലോ അക്കാഡമിയുടെ മുന്നിൽ നിന്ന് നൽകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടപ്പോൾ തന്നെ വലിയ തോതിലുള്ള വിദ്യാർത്ഥികളുടെ പ്രഭാവമൊപ്പം വിവിധ സംഘടനകളുടെ നേതൃത്വം ലോ അക്കാഡമിയുടെ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത പോലീസ് ബന്ദോബസ്തുമുണ്ട്. വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പ്രകോപിതരാകുമെന്ന ആശങ്കയും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് ബന്ദോബസ്തും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ DYFIയുടെയും SFIയുടെയും എല്ലാം നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സമാന്തരമായി ഇവിടെ നടക്കുന്നു. വരും മണിക്കൂറുകളിൽ ചർച്ച വീണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനയാണ് വിദ്യാർത്ഥി നേതാക്കൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നൊരു സമീപനം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ വച്ചു പുലർത്തുന്നുണ്ട്. ശരത്, പ്രബോധിലേക്ക് മടങ്ങി വരാം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പ്രബോധ് അവിടെ നിന്ന് തരേണ്ടതായി വരും. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. വളരെ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്നു. മാനേജ്മെന്റ് ഈ രാത്രി തന്നെ വീണ്ടും വിദ്യാർത്ഥി സംഘടനകളെ കാണാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചന. അതേസമയം വിദ്യാർത്ഥി സംഘടനകളോട് പ്രത്യേകമായി അവരുടെ നിലപാടുകൾ എന്ത് എന്ന് എഴുതി വാങ്ങാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു. SFI അടക്കമുള്ള സംഘടനകൾ വളരെ ശ്രദ്ധേയമാണ്. പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നതിൽ കുറഞ്ഞ ഒരു നിലപാട് ഇക്കാര്യത്തിലില്ല എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലോ അക്കാദമിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒപ്പം തന്നെ SFI നേതാവ് വിജിൻ അവിടെ നിന്ന് തത്സമയം ചേരും. ഇപ്പോൾ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ, ശ്രീ KM ഷാജഹാൻ, ശ്രീ SR ശക്തിധരൻ എന്നിവരാണ് നേരിട്ട് ഈ ചർച്ചയിൽ ചേരുന്നത്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ, കഴിഞ്ഞ ദിവസമൊക്കെ ഈ വിഷയം ഉപസമിതിയുടെ നിർദ്ദേശമൊക്കെ വന്നപ്പോൾ പോലും അതിന് നിയമപരമായി പോലും വലിയ സ്റ്റാൻഡിങ്ങിനെ ചോദ്യം ചെയ്ത നിലപാട് എടുത്തയാളാണല്ലോ. എന്നിട്ടുമൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മാനേജ്മെന്റിന് വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നിരിക്കുന്നു. ഒഴിഞ്ഞു നിൽക്കാം, ലീവ് എടുക്കാം, വൈസ് പ്രിൻസിപ്പലിന് ചാർജ് കൊടുക്കാം എന്ന തരത്തിലുള്ള ചില ഉപായങ്ങളൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതേസമയം നാളെ ഈ സമരപ്പന്തൽ പൊളിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുക എന്ന കർക്കശമായ നിലപാട് മാനേജ്മെന്റിന് ഉണ്ട്. നിയമപരമായി ദുർബലപ്പെട്ട ഒരവസ്ഥയിലേക്കാണോ കൂടുതലായി ആ മാനേജ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാ ദുർബലം വരേണ്ട കാര്യം എന്നതാ? കാരണം ഇവർ നാളെ പോലീസ് പ്രൊട്ടക്ഷൻ മാറ്റർ ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ കേസാണ് നാളെ ബെഞ്ചിൽ വരുന്നത്. കൂടാതെ വേറെ ഏതൊക്കെയോ ഫയൽ ചെയ്യുന്നുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റ് അയഞ്ഞതിനെ നമ്മൾ അതിനെ ഇങ്ങനെ നോക്കിക്കാണേണ്ട കാര്യം എന്താ? 1100ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ 250 കുട്ടികളോളമാണ് മാക്സിമം 250 കുട്ടികളാണ് അവിടെ സമരം ചെയ്യുന്നു എന്ന് പറയുന്നത്. ബാക്കി കുട്ടികൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ ഇനി പകരം ഇനി ആഗ്രഹമില്ല, ഇനി അവർ സമരത്തിന്റെ കൂടെ കൂടിയതാണോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. 250 കുട്ടികൾ അങ്ങനെ അവിടെ രൂപപ്പെട്ടിട്ടില്ല. ഈ 200 പേർ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിനിധാനമാണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി. മാത്രമല്ല വിദ്യാർത്ഥിനികളുടെ വലിയ പ്രതിഷേധം. സത്യത്തിൽ ഈ വിദ്യാർത്ഥി സംഘടനകളെ സമരരംഗത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് അത് തന്നെയാണ്. രാഷ്ട്രീയമില്ലാത്ത വിദ്യാർത്ഥിനികൾ അടക്കം സമരരംഗത്തുണ്ടല്ലോ. എനിക്കത് പറഞ്ഞോളൂ. എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും അധികം കുട്ടികളുള്ളതിനകത്ത് ഒരു 50% പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ?
50% അവർ പങ്കെടുക്കാതെ അവർ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? ഈ 250 കുട്ടികൾ മാത്രമേ വരുന്നുള്ളല്ലോ. ബാക്കി എവിടെ? അറ്റ്ലീസ്റ്റ് 50% എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്കതിനെ ന്യായീകരിക്കാമായിരുന്നു. സംഗീത, ഒരിക്കലും ക്ലാസ്സിലെ പോലെ ഹാജർ ബുക്ക് വെച്ചല്ല. സംഗീത പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ഹാജർ ബുക്ക് വെച്ചല്ല ഒരു സമരത്തെ നമ്മൾ അളക്കുക. രണ്ട്, അവിടെ ആ ലേഡീസ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അവിടുത്തെ കുട്ടികൾ സ്വമേധയാ വളരെ കൃത്യമായ ഒരു നിലപാട് പല രൂപത്തിലെടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിലെടുത്തു, സർവകലാശാലയ്ക്ക് മുമ്പിലെടുത്തു, ഉപസമിതിക്ക് മുമ്പിലെടുത്തു. ആ നിലപാടാണ് യഥാർത്ഥത്തിൽ ആ സമരത്തിന്റെ ശക്തിയായി അവിടെ തുടരുന്നത്. അതിനെ അതിജീവിക്കാൻ സത്യത്തിൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. പല രൂപത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, ദുർബലപ്പെടുന്നുണ്ടോ മാനേജ്മെന്റ്? എനിക്ക് തോന്നിയില്ല. എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് മാത്രമല്ല, എനിക്കതിനെ അങ്ങനെ നോക്കിക്കാണാൻ കഴിയുന്നേ ഇല്ല. ഒരു അയഞ്ഞ തീരുമാനമാണെന്നും എനിക്ക് തോന്നുന്നില്ല. അവർ സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നത് മറ്റു കുട്ടികളുടെയും കൂടി ഭാവി ഇതുകൊണ്ട് അവതാളത്തിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവണമെന്ന് ഞാൻ അങ്ങനെ. സംഗീത ലക്ഷ്മണിലേക്ക് മടങ്ങി വരാം. കെ എം ഷാജഹാൻ, താങ്കൾക്ക് ആ ബോധ്യമുണ്ടോ? ഏതാണ്ട് 20 ദിവസം പിന്നിടുമ്പോൾ ഈ രാത്രിയിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച, അത് ഏതാണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയുള്ള ഒരു സമീപനത്തിന്റെ ഭാഗം മാത്രവുമല്ല, ആ സമരം ശുഷ്കമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ടോ? അത്തരമൊരു നിലപാട് മാനേജ്മെന്റിനുണ്ടോ? ഈ തരത്തിൽ സംഗീത ലക്ഷ്മൺ ഉന്നയിച്ച ചില നിഗമനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ചില നിഗമനങ്ങളുണ്ടല്ലോ, താങ്കൾക്ക് എത്രമാത്രം ബോധ്യമുണ്ട് ഈ ചർച്ച കൂടി നടന്ന പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ? ശരത്, ഈ സംഗീത ലക്ഷ്മൺ എന്ന് പറഞ്ഞ ഈ അഭിഭാഷക എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ആ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കാൻ പോലും മടിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ പോലും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ 20 ദിവസമായി സമരം നടത്തുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ സംഗീത ലക്ഷ്മൺ പറഞ്ഞ അഭിഭാഷക ഈ 200 വിദ്യാർത്ഥികളുടെ കണക്ക് പറഞ്ഞല്ലോ. ഞാൻ ഈ അഭിഭാഷകരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, 200 വിദ്യാർത്ഥികൾ സമരം ചെയ്തു പോട്ടെ, 200 വിദ്യാർത്ഥികളെ സമരം ചെയ്തോളൂ എന്ന് വിചാരിക്കട്ടെ. ഈ മാനേജ്മെൻറ്റിന് അനുകൂലമായി എത്ര വിദ്യാർത്ഥികൾ പറഞ്ഞു എന്ന് സംഗീത ലക്ഷ്മൺ ഒന്ന് പറയട്ടെ. ഈ മാനേജ്മെൻറ്റിന് അനുകൂലമായി പറയുന്ന എത്ര വിദ്യാർത്ഥികളെ സംഗീത ലക്ഷ്മണ് ഈ ചാനലുകളുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും? സംഗീത ലക്ഷ്മൺ എല്ലാ ദിവസവും നോക്കിക്കോളൂ. തുടരെ മാനേജ്മെൻറ്റിനെതിരായിട്ട് ശരത്ത് പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ പോയപ്പോൾ ഉപസമിതിയുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി, സംഗീത ലക്ഷ്മണനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു വിദ്യാർത്ഥി ഈ ഉപസമിതിയുടെ മുന്നിൽ ഈ മാനേജ്മെൻറ്റിന് അനുകൂലമായി സാക്ഷി പറഞ്ഞോ? കണ്ടോ നമ്മൾ എവിടെയെങ്കിലും? അതുകൊണ്ട് ഈ 200 വിദ്യാർത്ഥികളുടെ കണക്ക് ഈ ലക്ഷ്മി നായർ പറഞ്ഞ വാദം എടുത്ത് ഉപയോഗിക്കാൻ ഒരു മെഗാഫോണായി മാറരുത് ദയവ് ചെയ്ത്. അവിടെ നടക്കുന്ന സമരത്തിനെക്കുറിച്ച് കാണൂ, അവിടെ നടക്കുന്ന കുട്ടികളുടെ മനസ്സ് വിങ്ങുന്നത് കാണൂ, അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നത് കാണൂ, അവരുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുന്നത് കാണൂ. അപ്പോൾ ആ നിലയിൽ അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഒറ്റ ശബ്ദത്തിൻ്റെ ഭാഗമായി ഈ മാനേജ്മെൻറ്റ് ഇന്ന് മുട്ടയിൽ ഇഴയുകയാണ്. വിദ്യാർത്ഥികളുടെ മുമ്പിൽ വിശ്വസ്ത വിനീതനെ പോലെ നിൽക്കുകയാണ് ഈ നാരായണൻ നായർ. അത് കാണാതെ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഇത് എന്താണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കാനുള്ള ബോധ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. സംഗീത ലക്ഷ്മൺ, ഇവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും വിമർശനവും ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതാണ് നിങ്ങൾക്കുചിതം എന്ന കൃത്യമായ സന്ദേശവും അങ്ങോട്ട് തന്നെയാണ്. ചെല്ലേണ്ടിടത്തു നിന്ന് കിട്ടേണ്ടിടത്തു നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചർച്ചകളിലേക്ക് പോകുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിന് താങ്കൾക്ക് അത്രമേൽ ബോധ്യമില്ല. പക്ഷേ ആ സമരം അത് സമാനതകളില്ലാത്ത പല വ്യത്യസ്തമായ കണ്ട സമരങ്ങളുടെ തുടർച്ചയിലെ ചില ഗൗരവമായ ആലോചനകൾ നടത്തേണ്ട സമരം തന്നെയല്ലേ അക്കാദമിയിൽ നടക്കുന്നത്? ഞാൻ ഷാജഹാൻ്റെ അഭിപ്രായം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഹാലൂസിനേഷനും ഫാസിനേഷനും ഒക്കെ വിചാരിച്ച് ഫാൻസിയും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അസംഷൻസിലേക്ക് അദ്ദേഹത്തിന് എത്താം. പക്ഷേ അത് ആ IQ നിലവാരമല്ല എൻ്റെ IQ നിലവാരം, ആ ലീഗൽ അവയർനെസ് അല്ല എൻ്റെ ലീഗൽ അവയർനെസ്, ആ ലിറ്റിഗേറ്റിംഗ് എക്സ്പീരിയൻസസ് അല്ല എനിക്കുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ മെഗാഫോണായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്യും, പിന്നീട് അവിടെ വിപ്ലവം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ പാസ്റ്റൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ എൻ്റെ പാസ്റ്റ് പുള്ളിയും പറഞ്ഞുകൊണ്ട് വരും. നമുക്കതല്ല, പുള്ളി പൊളിറ്റിക്കലായിട്ട് അതിൻ്റെ കുട്ടികളുടെ സമരത്തിനെ പൊളിറ്റിക്കലായിട്ട് യാതൊരു താല്പര്യങ്ങളും ഇല്ല. എനിക്ക്
എനിക്ക് എനിക്ക് ഒരു നമ്മൾ തമ്മിൽ അധികം സംസാരിക്കേണ്ട, കാരണം എനിക്ക് താങ്കളെ അറിയില്ല, എനിക്ക് താങ്കളെ തൊട്ട് അറിയണമെന്ന് താല്പര്യമില്ല. ഞാൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഷാജഹാൻ. എന്തിനാ നമ്മൾ അത് സംസാരിക്കുന്നത്? താങ്കൾ എൻ്റെ അഭിപ്രായത്തിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. താങ്കൾ എന്തിനാണ് എൻ്റെ അഭിപ്രായത്തിന് അറ്റാക്ക് ചെയ്യാൻ നടക്കുന്നത്? താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ശരി, വിഷയത്തിലേക്ക് വന്നാൽ ഒരു ലിറ്റിഗേറ്റിംഗ് ലോയറാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പുറകെ വരുന്ന കുട്ടികൾ യുവതല ഞാൻ വിഷയത്തിലേക്ക് വന്നാൽ അത് തന്നെയാണ് ശരത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വിഷയത്തിലേക്ക് വന്നാൽ നമ്മൾ ഈ സമരം തുടങ്ങുമ്പോൾ കുട്ടികൾ സമരം തുടങ്ങി ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് അവരൊരു പരാതി എഴുതി കൊടുക്കുന്നത്. ഈ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുട്ടികൾക്ക് അവരുടെ അവകാശം എന്താണെന്നോ അതിൻ്റെ അവകാശം സംരക്ഷിക്കാനുള്ള മെക്കാനിസത്തിനെ കുറിച്ചോ കുട്ടികൾക്ക് അറിവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം. കുട്ടികൾക്ക് വ്യക്തമായിട്ട് ഒരു അവകാശ സംരക്ഷണത്തിൻ്റെ സമരമോ യാതൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നീട് സമരം മാധ്യമ ശ്രദ്ധ വന്നു കഴിഞ്ഞപ്പം രാഷ്ട്രീയ ഇടപെടലുകൾ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾ പാവങ്ങൾ പെട്ടുപോയി. ഇപ്പം അതിനോട് അവിശ്വസനീയമാണ് സംഗീത ലക്ഷ്മൺ, അവിശ്വസനീയമാണ്. ഏതായാലും സംഗീതയുടെ അതിനകത്തൊരു അവിശ്വസനീയതയുണ്ട്. കാരണം പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ തന്നെ പറയുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് സ്വാതന്ത്ര്യമുള്ള ഓരോ വിദ്യാർത്ഥി സംഘടനയ്ക്കും ഫ്രഷേഴ്സ് ഡേ നേതാക്കൾ വന്ന് പഠിക്കുന്ന ഒരു ക്യാമ്പസ് കേരളത്തിൽ വേറെ എവിടെയാണുള്ളത്? രാഷ്ട്രീയ നേതാക്കൾ, പിൽക്കാലത്ത് മന്ത്രിമാരും MLA-മാരും MP-മാരും വലിയ ഉദ്യോഗസ്ഥരും ജഡ്ജസും മജിസ്ട്രേറ്റുമാരും ഒക്കെ ആകാൻ പോകുന്ന തരത്തിലുള്ളവർ പഠിക്കുന്ന ഒരു ക്യാമ്പസ് അവർ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നു. അത്ര വലിയ രാഷ്ട്രീയമായ അവബോധമുള്ള ഒരു ക്യാമ്പസ്. അവിടെയാണ് കുട്ടികൾ ആ സമരം നടത്തിയവർക്ക് ഒരു ബോധവുമില്ല, എന്നോ കുറേ കാലം കഴിഞ്ഞാണ് വന്നതെന്ന് സംഗീത പറയുന്നത്. അതിന് ഷാജഹാന് വിയോജിപ്പുണ്ടെങ്കിലാകാം. നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ല നമ്മുടെ വിഷയം. ഷാജഹാൻ, അതിൽ വിയോജിപ്പുണ്ടോ ആ പറഞ്ഞ പോയിന്റിൽ? അല്ല, എനിക്ക് സത്യത്തിൽ എനിക്ക് നാണക്കേട് തോന്നുകയാണ് ഇവിടെ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ. 20 ദിവസമായി ഞാൻ പറയുന്നു, നിങ്ങളെപ്പോലെ ലിറ്റിഗേറ്റിംഗ് ലോയർ അല്ല ഞാൻ, പക്ഷേ ഒരു നിയമ വിദ്യാർത്ഥിയാണ് ഞാൻ. അവരുടെ മൗലികാവകാശം ലംഘിച്ച, അവരുടെ സ്വകാര്യത ലംഘിച്ച, അവരുടെ ഡിഗ്നിഫൈഡ് ആയിട്ടൊരു ലൈഫ് തുടരുന്നതിനുള്ള അവകാശം നിഷേധിച്ച ഒരു സ്ത്രീ പ്രിൻസിപ്പാളായിട്ട് അവിടെ ഇരിക്കുന്നു. അവരുടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി അവരുടെ സ്വകാര്യതയെ കടന്നു കയറുന്നതുമായി ബന്ധപ്പെട്ട ക്യാമറ വെച്ച ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. ആ സ്ത്രീക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് ഇത് ഏത് ലിറ്റിഗേറ്റിംഗ് ലോയറാണ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ പെൺകുട്ടികളും അവിടുത്തെ ആൺകുട്ടികളുമാണ് ഈ ലക്ഷ്മി നായരുടെ ഏറ്റവും വലിയ ഫാസിസ്റ്റിക് ആയിട്ടുള്ള പീഡനം മനസ്സിലാക്കിയത്, പീഡനം പറഞ്ഞത്. അതറിയാതെ ഇത് എന്ത് ലിറ്റിഗേറ്റിംഗ് ലോയറാണ് ഇവർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ വ്യക്തിപരമായി അധിക്ഷേപിക്കലാണ് ഇവരുടെ ജോലി. തീർച്ചയായും ഷാജഹാൻ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആ സമരത്തിന് ചില രീതികളുണ്ടല്ലോ. ഇയാൾ എന്തിനാണ് എന്നെ സംസാരിക്കുന്നത്? തീർച്ചയായും മനസ്സിലായി. ഞാൻ വരാം. സംഗീത അതിലല്ല ഞാൻ പറഞ്ഞു, റൈറ്റ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഷുവർ ഒന്ന് കേൾക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ. സംഗീത, ഞാൻ പറയുന്ന കേൾക്കൂ. വിഷയത്തിലേക്കാണ്. വിഷയത്തിൽ ഇപ്പോൾ അങ്ങോട്ടും റൈറ്റ്, ഇനി ഞാൻ പറയാം. റൈറ്റ് സംഗീത, ഞാൻ പറഞ്ഞത് വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പുണ്ടാവും. വ്യക്തിപരമായ നിലയിലേക്ക് പോകാതെ തന്നെ വിഷയത്തിൽ വിയോജിപ്പുകൾ പരസ്പരം അവതരിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ SR ശക്തിധരൻ, ഇവിടെ ഒരു യഥാർത്ഥ പ്രശ്നമുണ്ട്. ഒരു മാനേജ്മെന്റ് ഈ സമരം സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുതെന്ന് ശരത്തൊന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ വരാം. എന്താണ് ഗുണ്ടായിസം കാണിക്കുന്നത്? പോട്ടെ ശ്രീ ഷാജഹാൻ, നമുക്ക് ഗുണ്ടയാണോ താങ്കൾ പറഞ്ഞ പോലെ വിഷയമാണ് നമുക്ക് പ്രധാനം. വലിയൊരു സമരം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിൽക്കുന്നു. നമ്മളെല്ലാവരും സമരം അവസാനിക്കണം, ആ ക്യാമ്പസ് തുറക്കണം, വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് ഗൗരവമായ പരിഹാരം ഉണ്ടാകണം. ഞാൻ ഗുണ്ടെങ്കിൽ ഇയാൾ പിമ്പ്. ശ്രീ SR ശക്തിധരൻ, എൻ്റെ ചോദ്യത്തിലേക്ക് ദയവായി പ്ലീസ് 3 പേരും. അതായത് ഒരു മാനേജ്മെൻറ്റ് ഒരു രാത്രിയിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നു, അതിൽ തീരുമോ എന്നറിയാൻ കാത്തിരിക്കുന്നു. സർക്കാരും ഭരണമുന്നണിയും പറയുന്നത് ഒരു പൊതുപ്രശ്നമല്ല. എത്ര ലജ്ജാകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഒരു സമരം യഥാർത്ഥത്തിൽ നടന്നു പോകുന്നത്. കേരള സർവകലാശാല നിർദ്ദേശ രൂപത്തിൽ നടപടികളെടുക്കുന്നു. അവരുടെ കീഴിലുള്ളൊരു കോളേജിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിൽ സർക്കാർ ആർജവത്തോടുകൂടി ഇടപെടുന്നുണ്ടോ? AKG സെൻട്രൽ വിളിച്ച് മാനേജ്മെൻറ്റിനോട് സംസാരിച്ചിട്ട് പോലും CPM കൈയൊഴിഞ്ഞു എന്ന വാർത്തകൾ വന്നിട്ട് പോലും 24 മണിക്കൂർ പിന്നിടുമ്പോൾ ആ മാനേജ്മെൻറ്റ് ആ പ്രിൻസിപ്പൽ രാജിവെക്കില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുന്നു.
മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കേണ്ടവരാണോ? അതിനുവേണ്ടി മാത്രം കാത്തിരിക്കേണ്ടവരാണോ മലയാളികൾ? വളരെ ഗൗരവമായ ഒരു പ്രശ്നത്തിൽ ഇടപെടണ്ടേ? നടപടികൾ ഉണ്ടാവണ്ടേ? റൈറ്റ്, എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ശ്രീ SR റൈറ്റ്. പറഞ്ഞോളൂ, ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, ഏതാണ്ട് ഇന്നിപ്പോൾ 20ാമത്തെ ദിവസമാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരത്തെ എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. എല്ലാവർക്കും ഈ സമരത്തിൻ്റെ ഉള്ളുകളികളെ സംബന്ധിച്ച് ഏകദേശം എല്ലാവർക്കും നല്ല ധാരണയുമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് എന്ത് നയപരമായ കാര്യമാണ് എടുക്കേണ്ടതെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് ചർച്ച നടന്നു എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. ആ കാര്യത്തെ നമ്മൾ വഷളാക്കാനായിട്ട് പോകാതെ അതിന് ഒരു ഗുണപരമായ ഒരു പരിണാമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് അതിനുള്ള സമ്മർദ്ദം ഉണ്ടാകുകയാണ് വേണ്ടത്. ശ്രീ SR ശക്തിധരൻ, ഇതിൻ്റെ ഇതുവരെയുള്ള ഏതാണ്ട് 20 ദിവസം പിന്നിടുന്ന ഒരു സമരത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കൂ. വലിയ പ്രതീക്ഷയോടുകൂടി ഒരു ഉപസമിതിയുടെ തെളിവെടുപ്പ് നടന്നു. തെളിവെടുപ്പിനെ തുടർന്ന് സർവകലാശാല ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടത്തിക്കൂട്ടിയതെല്ലാം കണ്ടതാണല്ലോ. പരീക്ഷാ പരിപാടികളിൽ നിന്ന് പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താം, പക്ഷേ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അവർ മാറാൻ നിർദ്ദേശിക്കാനാവില്ല. നിയമപരമായ തടസ്സങ്ങൾ. പ്രിൻസിപ്പലിനെ മാറ്റുക എന്നതാണോ, അതോ ആ കോളേജിൻ്റെ അഫിലിയേഷൻ വരെ റദ്ദു ചെയ്യപ്പെടേണ്ടി വരും എന്നൊരു സന്ദേശമടക്കം കർക്കശമായി നൽകിയാൽ ഒരുപക്ഷെ അന്നത്തേതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമായിരുന്നു. ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് വേഗത്തിൽ റിപ്പോർട്ട് പോയി സർക്കാരിന്റെ നടപടികൾക്ക് വൈകുന്നു. സർക്കാർ ആ പ്രശ്നത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് ശ്രീ SR ശക്തിധരൻ, അല്ല, സർക്കാർ ആ പ്രശ്നത്തിൻ്റെ ആ ഗൗരവം അനുസരിച്ച് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മളല്ല ഇപ്പോൾ അവിടെ തീരുമാനിക്കേണ്ടത്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ തീരുമാനങ്ങളിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന SFI തന്നെ ഈ സമരത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ശ്രീ SR ശക്തിധരനാണ് സംസാരിച്ചത്. നമ്മൾ വളരെ ആവേശത്തോടെയോ അല്ലെങ്കിൽ വൈകാരികമായ ഒരു സമരത്തിന് മുമ്പിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഞാനിത് പറയുന്നത് അല്പം മുമ്പ് നടന്ന വിദ്യാർത്ഥികളുമായുള്ള മാനേജ്മെൻറ്റിൻ്റെ ചർച്ച പരാജയപ്പെട്ടു. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ രാജിവെക്കില്ല എന്ന് മാനേജ്മെൻറ്റ് തീരുമാനം അറിയിച്ചു. വൈസ് പ്രിൻസിപ്പൽക്ക് ചുമതല നൽകാം എന്നതുപോലെയുള്ള ചില രീതികൾ മാത്രമാണ് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന്. വിദ്യാർത്ഥികൾ അതിനോട് യോജിച്ചിട്ടില്ല. സർക്കാർ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങാത്തൊരു ഘട്ടത്തിൽ സർക്കാരിനെ പഴിക്കേണ്ടതുണ്ടോ? സർക്കാർ എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നറിയാൻ കാത്തിരിക്കുക പോലും ചെയ്യാതെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സർക്കാരിനെ ആക്ഷേപിക്കാൻ, അതിലൂടെ ഒരു രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ച് ഇക്കാര്യത്തിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, സാറ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ രൂപത്തിൽ സംസാരിക്കാൻ പറ്റും. പക്ഷെ സത്യസന്ധമായി പലപ്പോഴും കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരാളുമാണ്. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാനാവില്ല. സർക്കാർ ഇതിനകത്ത് കള്ളക്കളി കളിക്കുകയാണ്. സർക്കാരിനൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ മുമ്പ് എത്ര ദിവസം മുമ്പ് ഈ പ്രശ്നം തീരേണ്ടതാണ്. ഇതിന്റെ പിന്നിൽ ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ താല്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. ഒരു പരിധി വരെ ഈ ലക്ഷ്മി നായരെ വഷളാക്കിയിട്ടുള്ളത് പോലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചാനലിലെ പരിപാടിയും അവരതിനു വേണ്ടിയിട്ട് ഇവരെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ ഒക്കെ പേരിൽ അവർക്ക് ഈ പ്രൊഫഷൻ തന്നെ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ഉണ്ടായ ഒരു വലിയ ഒരു ട്രാജഡിയാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വഴക്കൻ നിങ്ങൾ പറഞ്ഞു വരുന്നത് അവർക്കുണ്ടായ അപജയത്തെ കുറിച്ചാണെങ്കിൽ അതല്ലല്ലോ നമ്മുടെ ചർച്ചാ പ്രശ്നം. ഇത് പരിഹരിക്കേണ്ട സർക്കാർ അതിന്റെ പാപഭാരം പേറേണ്ട കാര്യമില്ലല്ലോ. വാഴക്കൻ പറഞ്ഞ ന്യായം ഉൾക്കൊണ്ടാൽ തന്നെ അതിന്റെ പാപഭാരം എന്തിന് സർക്കാർ ഏറ്റുവാങ്ങണം? അല്ല, സർക്കാരല്ല, ഞാൻ പറയുന്നത് CPM-മായി ബന്ധപ്പെട്ടാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവർക്കൊരു വല്ലാത്തൊരു അഹങ്കാരം ഉണ്ടായി. CPM-മായി ബന്ധപ്പെട്ട് ഈ ഭരണകക്ഷി എന്നോടൊപ്പം നിൽക്കും, ഞാൻ ഏത് പ്രവൃത്തി ചെയ്താലും അവരെന്നെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പിന്തുണയും അഹങ്കാരവും ഈ ദിവസം വരെ നമുക്കതിനെ അവർ പിന്തുണയ്ക്കുന്നുവെന്ന് തന്നെയാണ്. ഞാൻ വഴക്കിലേക്ക് മടങ്ങാം. ശ്രീ SR ശക്തിധരൻ, അത് തള്ളിക്കളയാവുന്നതല്ല. രണ്ട് സാഹചര്യങ്ങൾ, ഞാൻ ആദ്യത്തെ എൻ്റെ ചോദ്യത്തിൽ അത് ഉണ്ടായിരുന്നു, പക്ഷേ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒന്ന്, ഇന്നലെയാണ് AKG സെൻറ്ററിൽ CPM തന്നെ ഈ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഇതിനകത്ത് വളരെ ന്യായമായി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ചും രാജിവെക്കുന്നതാണ് ഉചിതം എന്ന നിർദ്ദേശം അടക്കം നൽകിയിട്ടും അഭിപ്രായം അറിയിച്ചിട്ടും കടുകിട മാറിയില്ല എന്ന് ഇന്നത്തെ തീരുമാനം കൊണ്ട് വ്യക്തം. ഒന്ന്. രണ്ട്, ഇതേ ദിവസം VS അച്യുതാനന്ദൻ പറഞ്ഞു, തിരുത്തേണ്ടവർ
കീഴടങ്ങരുത്. അതിൽ വലിയ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടി വായിക്കുമ്പോഴാണ് വാഴക്കനെ പോലെയുള്ള ആളുകൾ പറയുന്ന രാഷ്ട്രീയ ആക്ഷേപത്തിൻ്റെ ഗൗരവം കൂടുതൽ ശക്തമാവുന്നത്. ശ്രീ എസ്.ആർ. ശക്തിധരൻ. അല്ല, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള ആക്ഷേപത്തിൻ്റെ ഉള്ളടക്കം അതിനകത്തുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് വേണ്ടി വരും എന്നുള്ളതടുത്ത് തന്നെയാണ് എൻ്റെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസവും എൻ്റെ നിഗമനവും എന്ന് പറയാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒന്ന് തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ സമരത്തിൻ്റെ വിദ്യാർത്ഥികൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യത്തിന് അന്ത്യം വന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിനിയും ചർച്ച ചെയ്യപ്പെടേണ്ടി വരും, അതിന് പരിഹാരം കാണേണ്ടി വരും. അതിന് പരിഹാരം കാണാതെ ആ സ്ഥാപനത്തിന് സുഗമമായി പ്രവർത്തിച്ചു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. റൈറ്റ്, ഞാൻ പറഞ്ഞു വരാം. ഷാജഹാൻ, ഇതിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. സർക്കാർ പക്ഷേ ഈ നേരത്തെ എസ്.ആർ. ശക്തിധരൻ പറഞ്ഞതുപോലെ എടുത്തു ചാടി നടപടികൾ എടുക്കേണ്ടതല്ല. ഇത് നിയമപ്രശ്നമാണ്. നേരത്തെ സംഗീത ലക്ഷ്മണനും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ചർച്ചയിലൊക്കെ വന്ന പോലെ കോടതിയിൽ പോയാൽ ചോദ്യം ചെയ്യപ്പെടാം. സ്വാശ്രയ അനുകൂല വിധികൾ മാനേജ്മെൻറ്റുകൾക്കുണ്ടായ സാഹചര്യങ്ങൾ. ഇത് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ കോളേജാണ്, പ്രൈവറ്റ് കോളേജാണ്. ഇതിലെ ചില കോഴ്സുകൾ സ്വാശ്രയ കോഴ്സുകളാണ്, എന്നാൽ പൂർണ്ണമായും സ്വാശ്രയ കോഴ്സല്ല, സ്വാശ്രയ കോളേജല്ല എന്ന വാദം ഉന്നയിക്കുന്നവരൊക്കെ. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്കല്ല. അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നത്തിൽ വളരെ കരുതലോടുകൂടി ഒരു സർക്കാർ പോകുന്നു എന്ന് എന്തുകൊണ്ട് ധരിക്കാൻ താങ്കളെപ്പോലുള്ളവർക്ക് കഴിയുന്നില്ല? അത്ര കൃത്യം ബോധ്യത്തിലേക്ക് വന്നാൽ നമുക്ക് ആക്ഷേപിക്കാം. പക്ഷേ അങ്ങനെ ആക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഇന്നലെ അടക്കം CPM ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെടുത്തു. ഇവരുടെ അടുത്ത് AKG സെൻട്രൽ വിളിച്ചു വരുത്തി തൻ്റെ നിലപാട് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു നിലപാട്, SFI സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ തന്നെ SFI എഴുതി കൊടുത്തു, രാജി തന്നെയാണ് വേണ്ടത് എന്ന് എഴുതി കൊടുക്കുന്ന നിലയിൽ ഉള്ളപ്പോൾ പോലും എന്തിനാണ് സംശയങ്ങൾ സർക്കാരിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ? അല്ല ശരത്ത്, ഇതിൽ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം 20 ദിവസമായി സമരം തുടങ്ങിയിട്ട്. ഈ 20 ദിവസത്തിനിടയിൽ ഇത്രയും വലിയ പ്രചരണം കിട്ടിയ ഒരു സമരം, ലോ അക്കാഡമിയിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന സമരം, ഈ ഉപസമിതിക്ക് മുമ്പ് എൻ ബ്ലോക്കായി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നടത്തുന്ന സമരം, കേരളത്തിലാകെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമരം. ഈ സമരത്തെക്കുറിച്ച് കഴിഞ്ഞ 20 ദിവസമായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു വാചകം പോലും ഈ 20 ദിവസം വരെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണണം. ഇന്നും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ നെഹ്റു കോളേജിലെ ആത്മഹത്യ ചെയ്ത ആ വിദ്യാർത്ഥിയുടെ അമ്മ അയച്ച കത്തുൾപ്പെടെ നമ്മൾ കണ്ടു. ഇതുവരെ ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പാർട്ടി പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? കേരളത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടി, കേരളത്തിലെ തൂണിലും തുരുമ്പിലുമുള്ളൊരു പാർട്ടി, ആ പാർട്ടി വിചാരിച്ചാൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തീർക്കാവുന്ന ഈ ഒരു പ്രശ്നമുണ്ടായിട്ട് പോലും അത് തീർക്കാതെ ഒരു ചെറിയ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയെ വിളിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ സർക്കാരും ഈ പാർട്ടിയും പുറത്തേക്ക് കൊടുക്കുന്ന അതൊരു സാങ്കേതികമായ നിയമപരമായ പരിമിതികളുടെ പുറത്താണ്. ഞാൻ ഒരു കാര്യത്തിലേക്കും കൂടെ വരാം. ശരത്ത് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ്, ആ രാഷ്ട്രീയ നേതാവ് എന്താണ് പറഞ്ഞത്? തിരുത്തേണ്ടവർ കീഴടങ്ങരുത്. അപ്പം തിരുത്തേണ്ടവർ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണിന്ന് നിലനിൽക്കുന്നതെന്ന് VS അച്യുതാനന്ദനെ പോലുള്ള നേതാവ് ഇപ്പോൾ പാർട്ടിയുമായി എത്ര വഴക്കോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പൊതുമണ്ഡലം തിരുത്തേണ്ടവർ കീഴടങ്ങുകയാണോ എന്ന സംശയം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ VS അച്യുതാനന്ദനെ പോലൊരു നേതാവ് പോലും ഈ സമരത്തിൽ സർക്കാരിൻ്റെ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായും പൊതുമണ്ഡലം അത് വിശ്വസിച്ചാൽ പൊതുമണ്ഡലത്തിലെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ശരത്, തീർച്ചയായും അതതിൻ്റെ രാഷ്ട്രീയമായൊരു വശം. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ, ഞാൻ അതിൻ്റെ നിയമപരമായ ഒരു സംശയം കൂടി. ഏതായാലും താങ്കൾ സംസാരിച്ചു വന്നതിൽ നിന്ന് അക്കാദമിയുടെ വക്കാലത്തെടുത്തിട്ടുള്ളൊരു അഭിഭാഷകയല്ല താങ്കൾ. പക്ഷേ മാനേജ്മെൻറ്റിന് നിയമപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന ബോധ്യം എവിടെയൊക്കെ ഉണ്ടായപ്പോൾ ആദ്യം മുതൽ തന്നെ ആ നിലപാട് തുറന്നു പറഞ്ഞ ഒരു അഭിഭാഷകയാണല്ലോ. ഇതിലിപ്പോൾ സർക്കാർ എടുക്കുന്ന നടപടികളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനം അത് പാർട്ടികൾ നടത്തട്ടെ, പാർട്ടി നേതാക്കൾ നടത്തട്ടെ, താല്പര്യമുള്ളവർ നടത്തട്ടെ. പക്ഷേ സർക്കാർ ഇതിൽ വളരെ കരുതലോടുകൂടിയാണ് പോകുന്നത്. നിയമപരമായ തിരിച്ചടികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ് യഥാർത്ഥത്തിൽ ഒരു അഭിഭാഷക എന്ന നിലയിൽ സർക്കാരിൻ്റെ നടപടികളിൽ താങ്കൾ കാണുന്നുണ്ടോ? സർവകലാശാലയുടെ നടപടിയിൽ പല വിയോജിപ്പും നിയമപരമായി ഉന്നയിച്ചയാളാണല്ലോ താങ്കൾ. ഇപ്പോഴത്തെ ഒരു ഘട്ടം വിലയിരുത്തിയാൽ ഈ തുടക്കം മുതലേ ഞാൻ പറയാൻ ശ്രമിക്കുന്നതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്. അതായത് ഈ ലോ അക്കാഡമിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയം, കഴിഞ്ഞ 20 ദിവസമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന വിഷയം, ലോ അക്കാഡമിയിലെ സ്റ്റുഡൻസും മാനേജ്മെൻറ്റും യൂണിവേഴ്സിറ്റിയും, ഈ 3 ഘടകങ്ങൾ മാത്രം. ഇത് ചാനലുകൾ മുഴുവൻ പറഞ്ഞു എനിക്ക് മതിയായി. ഈ 3 ഘടകങ്ങളും കൂടി തീരുമാനിക്കേണ്ട വിഷയമാണ് അവിടെ.
അവിടെ സർക്കാരിന് ഈ സ്റ്റേജിലെന്നല്ല ഇനി അങ്ങോട്ടുള്ള ഒരു സ്റ്റേജ് വരെയും ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഈ നമ്മൾ സമരം തുടങ്ങി ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് യൂണിവേഴ്സിറ്റിയെ ഈ സമരക്കാർ കുട്ടികൾ സമീപിക്കുന്നത് തന്നെ. ഇവർ കൊടുത്ത പരാതിയിന്മേൽ യൂണിവേഴ്സിറ്റി ഉപസമിതി ഫോം ചെയ്തിട്ട് ഉപസമിതി എൻക്വയറി കണ്ടക്ട് ചെയ്തു. ഞാൻ അതിൻ്റെ ടെക്നിക്കാലിറ്റീസിലൊന്നും പോകുന്നില്ല, അതിൻ്റെ ഇംപെർഫെക്ഷൻസിലോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ്സിലോ ഒന്നിനും ഞാൻ പോകുന്നില്ല. ആ സബ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് തരുന്നു. ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. സിൻഡിക്കേറ്റ് അത് സർക്കാരിന് റെക്കമെൻഡേഷനായിട്ട് കൊടുക്കുന്നു. ഇനി കുട്ടികളുടെ മുമ്പിലുള്ള വഴി എന്താണ്? നിയമപരമായ മാർഗമാണ്. അത് ചലഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് സുപ്രീം കോടതി പോവാം, ഹൈക്കോടതിയിലേക്ക് പോകാം. ഈ അവകാശ ലംഘനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ LLB ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നതല്ലേ ഇത്. അവകാശ ലംഘനം വന്നാൽ നമ്മൾ എന്താ ചെയ്യണത്? റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. റിട്ട് ജൂറിസ്ഡിക്ഷൻ വെച്ചിട്ട് ഹൈക്കോടതിയുടെ ഒരു റിട്ട് സംഗീത അതിന്റെ നിയമപരമായ ഒരു വശത്തെക്കുറിച്ചാണ് സംഗീത പറയുന്നത് സമരക്കാരുടെ നിയമപരമായ അവകാശത്തെക്കുറിച്ചാണ്. പക്ഷേ സമരക്കാർ രാഷ്ട്രീയമായി തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിലനിർത്താൻ വേണ്ടി അവർക്ക് സമരം ചെയ്യാമല്ലോ. ആ സമരവുമായി അവർ മുന്നോട്ട് പോകും. അത് കേട്ടില്ല എന്ന് നടിക്കാൻ ഏതെങ്കിലും അധികാരികൾക്ക് കഴിയുമോ? സർവകലാശാലയ്ക്കായാലും സർക്കാരിനായാലും ആ സമരവുമായി മുന്നോട്ട് പോയിക്കോട്ടെ. ആ സമരവുമായി മുന്നോട്ട് പോയിക്കോട്ടെ. ഈ ആസ് ഓഫ് നൗ അവർക്ക് റെമഡി കിട്ടിയിട്ടില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ. ഇവരെന്താ നിയമ വിദ്യാർത്ഥികൾ എന്താ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ ഇപ്പോഴും മടിക്കുന്നത്? അവർക്കെന്താ വിശ്വാസമില്ലാഞ്ഞിട്ടാ? ഇവരെന്താ നിയമപരമായിട്ടുള്ള ലീഗൽ റീകോഴ്സ് അഡോപ്റ്റ് ചെയ്യാൻ ലോ അക്കാഡമിയിലെ സ്റ്റുഡൻസ് ഹെസിറ്റന്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രേക്ഷകർക്കടക്കം തോന്നാം, നിയമ വിദ്യാർത്ഥികൾക്ക് ഈ രാഷ്ട്രീയ സമരത്തോടൊപ്പം രാഷ്ട്രീയമായി പ്രശ്നം ഉന്നയിക്കുന്നതോടൊപ്പം, സംഗീതയിലേക്കടക്കം ഞാൻ മടങ്ങി വരാം, രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ ഉന്നയിക്കുമ്പോൾ തന്നെ നിയമപരമായ വഴികൾ തേടുന്നതിൽ എന്തുകൊണ്ടൊരു വിമുഖത എന്നൊരു ചോദ്യം പ്രധാനമാണ്. അതേസമയം ശ്രീ ഷാജഹാന് പറയാനുണ്ടാവും, മറ്റ് ലോ കോളേജുകളിലും സമാനമായ സമരങ്ങൾ രൂപപ്പെടുന്നു എന്ന ഒരു പൊതുസ്ഥിതി ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് വരാം. ഒപ്പം തന്നെ ഈ സമരത്തിനപ്പുറം ഭൂമി സംബന്ധമായ ഗൗരവമായ ആക്ഷേപങ്ങൾ രാഷ്ട്രീയമായി തന്നെ സജീവമായി നിന്നൊരു ദിവസം കൂടിയാണിന്ന്. അതിലേക്കും ഒരു ചെറിയ ഇടവേള, വേഗം മടങ്ങി വരാം.